അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനം വാങ്ങിച്ച് വീട്ടിൽ തട്ടിക്കൂട്ടി ഒരു സദ്യ കഴിക്കാം എന്നുള്ളതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്കിനിയിപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് പോയാലേ, ഈ സഭാ നേതൃത്വങ്ങൾക്കെതിരെ CPIയുടെ മുഖപത്രമായ ജനയുഗം കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയും എന്ന ചൊല്ല് അന്വർത്ഥമായി ന്യൂനപക്ഷ വേട്ട കൺമുന്നിൽ കണ്ടിട്ടും BJPക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ സഭകൾക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. വൈകിയാണെങ്കിലും BJPയുടെ കപട ക്രിസ്ത്യൻ പ്രേമം ബോധ്യപ്പെട്ടത് നല്ല കാര്യമെന്നാണ് ജനയുഗത്തിലെ വിമർശനം. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, പറഞ്ഞ പോലെ നേരത്തെയും പല വിഷയങ്ങളൊക്കെ വന്നപ്പോഴും കേന്ദ്രത്തിനെതിരെയും BJPക്കെതിരെയും ഒന്നും സഭയുടെ ഭാഗത്ത് നിന്ന് ഈ വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ FCRA വിഷയം വന്ന ഘട്ടത്തിലാണ് ഈ വിമർശനങ്ങൾ കുറച്ചധികം കടുപ്പിക്കുകയും പിന്നീട് ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ജനയുഗം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? സേതു, രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ CPI മുഖപത്രമായ ജനയുഗം പറയുന്നത്. കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിയും എന്ന ചൊല്ല് അന്വർത്ഥമായി എന്നാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഘട്ടത്തിലും സംഘപരിവാർ അതിക്രമത്തെയോ അല്ലെങ്കിൽ അവരുടെ ന്യൂനപക്ഷ വേട്ടയെയോ ഒന്നും അപലപിക്കാതിരുന്ന, അതിനെ വിമർശിക്കാതിരുന്ന വിഭാഗം എന്ന നിലയ്ക്കാണ് ക്രൈസ്തവ സഭാ നേതൃത്വത്തെ CPI മുഖപത്രം വിശേഷിപ്പിക്കുന്നത്. അവസാനമാണ് അത് ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ജനയുഗം ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂനപക്ഷ വേട്ട കൺമുന്നിൽ കണ്ടിട്ടും BJPക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ സഭകൾക്ക് ഒട്ടും മടിയുണ്ടായില്ല എന്ന് ജനയുഗം വിമർശിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഭ പള്ളികൾക്കെതിരെയും ഒപ്പം ഈ മിഷനറി പ്രവർത്തനം നടത്തുന്നവർക്കെതിരെയും ഒക്കെ അതിക്രമമുണ്ടായ ഘട്ടത്തിൽ പോലും രൂക്ഷമായ വിമർശനം നടത്താൻ ബിഷപ്പുമാരടക്കം, കേരളത്തിലെ ബിഷപ്പുമാരടക്കം തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനമാണ് CPIക്ക് ഉള്ളത്. ആ ഘട്ടത്തിൽ ശബ്ദമുയർത്തിയത് ഇടതുപക്ഷമായിരുന്നു. BJPയും മോദിയുമാണ് രക്ഷയെന്ന വാഴ്ത്തുപാട്ട് അവസാനിപ്പിക്കാൻ അധികകാലം വേണ്ടിവരില്ല എന്നുള്ള മുന്നറിയിപ്പ് അന്നേ ഇടതുപക്ഷം നൽകിയതാണ്. അത് ഇപ്പോഴെങ്കിലും സഭാ നേതൃത്വങ്ങൾ തിരിച്ചറിഞ്ഞത് നന്നായി എന്നാണ് മുഖപത്രം പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം PC ജോർജും ഷോൺ ജോർജും ക്രൈസ്തവ സഭകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന്റെ കൂടി പശ്ചാത്തലമാണ് ഈ ഒരു വിമർശനത്തിന്റെ ആധാരം. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ക്രൈസ്തവ സഭകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് സീറ്റുകൾ ഉറപ്പിക്കുക അല്ലെങ്കിൽ സാന്നിധ്യം അറിയിക്കുക എന്നുള്ള ഒരു നീക്കം BJP നടത്തുന്നുണ്ട്. അതിന് പരോക്ഷമായിട്ടുള്ള പിന്തുണ നൽകുന്ന നിലയിലേക്ക് സഭാ നേതൃത്വങ്ങൾ പോയിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും അത് വേണ്ടതില്ല, അത് അപകടമാണെന്നുള്ള തിരിച്ചറിവ് സഭാ നേതൃത്വങ്ങൾ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ വിമർശനം ഉന്നയിക്കുകയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം.